الحمد لله رب العالمين الذي علم الإنسان ما لم يعلم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل تعالوا واتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون صدق الله العظيم اللهم عليك توكلت وإليك أنيب وحسبنا الله ونعم المولى ونعم الوكيل أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികൾ സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ വിധിവിലൊക്കെ അനുസരിച്ച് സൂക്ഷിക്കുക, ജീവിതത്തിൽ തഖ്വ പുലർത്തുക, പടച്ചവനെ പേടി നിലനിർത്തുക എന്ന് എന്നെ നിങ്ങളെ മാധ്യമായി ഓർമ്മിപ്പിക്കുക. തഖ്വ അഥവാ ഭയഭക്തി എന്നതിൻ്റെ നിർവചനം ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഒരുപാട് വിധത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നതുമാണ്. അതിൻ്റെ ഒരു വിശദീകരണം ഇങ്ങനെയാണ്: ഇത്തിയാനു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ടുവരിക, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത്തിയാനു അവാമിരിഹി വജ്തിനാബു നവാഹി, കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ച വിട്ട്. അപ്പോൾ എന്തെല്ലാം കൽപ്പിച്ചു എന്തെല്ലാം വിരോധിച്ചു എന്ന് അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മൾ തഖ്വ ഉണ്ടാകുന്നത്, നമ്മൾ മുത്തഖികളാകും. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ ഈ നിരോധിക്കപ്പെട്ട ഇത്യാനു നവാഹി, നിരോധിച്ച കാര്യങ്ങളിൽ ഗൗരവമുള്ള 7 കാര്യങ്ങൾ നാം ഓർമ്മിപ്പിച്ചു. അതിനെ സബുൽ മൂബിഖാത്ത്, 7 വലിയ കുറ്റങ്ങൾ എന്ന് വിവരിച്ചു. അതിൻ്റെ വിശദാംശങ്ങളായിട്ട് ഒരുപാട് തിന്മകളെ എടുത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് 70ഓളം വൻകുറ്റങ്ങളിലെ വലിപ്പത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവും എന്ന് പറഞ്ഞു. ഈ സബുൽ മൂബിഖാത്ത് പോലെ മറ്റൊരു പ്രയോഗമാണ്, ഹദീസിലൊക്കെ പറഞ്ഞ പ്രയോഗമാണ് അൽ ഖബായിർ. ഖബായിർ വലിയ കുറ്റം, കബീർ എന്നതിൻ്റെ ബഹുവചനമാണ് കബീർ, വലിയ തെറ്റുകൾ. മിനൽ ഖബായിരി എന്ന് പറഞ്ഞ ഒരുപാട് ഹദീസ് പറയുന്നത് കാണും. ഇന്ന കാര്യം വലിയ കുറ്റങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ആ 7 കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഒന്ന് ശിർക്കുമില്ല, അള്ളാഹു അല്ലാത്ത ശക്തിയാണ് പങ്കുചേർക്കും, അല്ലേ? പിന്നെന്തൊക്കെ ഓർമ്മ ഉണ്ട്? അതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. സിഹിർ, അള്ളാഹുവിൻ്റെ കഴിവ് പടപ്പുകൾ വെച്ചു കൊടുത്തിന് മനുഷ്യനെ പറ്റിക്കാൻ, ചൂഷണത്തിന്. ഇത് പല കോലത്തിലുണ്ട്, ശരീകരിക്കേണ്ടത് പിന്നെയാണ്. പിന്നെ മനുഷ്യനെ കൊല്ലുക, ഖത്ലുൻ നഫ്സ് ബിഗൈരിൽ ഹഖ്, അന്യായമായി വധിക്കുക. റിബാക്ക് പലിശ എന്ന് സാങ്കേതിക അർത്ഥം പറഞ്ഞ പോലെ ചൂഷണം എന്ന് പറയണം, പാവങ്ങളെ ഹക്ക് പിടിച്ചു പറിച്ചത്, അതാണ് റിബ. അക്ലു മാലൽ യതീം, അനാഥരുടെ മുതലിൽ നിന്ന്. അത്തവല്ലി യൗമ സഹഫ്, യുദ്ധമുന്നണിയിൽ നിന്ന് നേതാവിൻ്റെ സമ്മതമില്ലാതെ പിന്തിരിഞ്ഞോണം. അതൊക്കെ ഇതിലെണ്ണാൻ പറയുമ്പോൾ അതൊക്കെ ഇമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും വാദത്തിൻ്റെ ഭാഗങ്ങളായി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്, യുദ്ധം ചെയ്യലൊക്കെ അതൊക്കെ ഭൗതിക രാഷ്ട്രീയ കാര്യങ്ങളല്ലേ, ദീനിൽപ്പെട്ടതാണോ? ദീനിൻ്റെ തെറ്റിൽപ്പെട്ട സംഗതിയാണ്. അമീറിൻ്റെ കൂടെ പോകുമ്പോൾ പറഞ്ഞാൽ നിൽക്കണം, അത് ഈമാനിൻ്റെ കരളുറപ്പിൻ്റെ ഭാഗമാണ്. അൽഹംദുലില്ലാ, മാഞ്ഞുപോയ ആ ഒരു ധർമ്മം ഇന്ന് ഫലസ്തീനികളെ ചെറുത്ത് നിൽപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധിക്കും മനുഷ്യനില്ലേ? തഖ്വയും പടച്ചവനെ പേടി ഉണ്ടെങ്കിൽ മരണം
നിഷ്പ്രഭമാകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരെത്താൻ കഴിയുന്ന ഒന്നാണ് ഈമാൻ എന്ന് സന്ദർഭമായി ഉപയോഗിച്ചത്. മറ്റൊന്നാൽ ഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സജ്ജനങ്ങളായ സുഹൃതവനികളായ തെറ്റിയാത്ത ആള് പെണ്ണുങ്ങളെ പറ്റി ഖദ്ഫ് പറയാം, ദുരാരോപണം, വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടാക്കി. ചിലർക്ക് ഒരു വല്ലാത്ത രസമാണ് പറഞ്ഞിട്ടുണ്ടാക്കി, കുടുംബകലഹം തെറ്റിക്കാറുണ്ട്. പറയണമെങ്കിൽ തന്നെ അതിന് സാക്ഷികളെന്നൊക്കെ ഒരു വ്യക്തമായി ഖുർആൻ പറഞ്ഞ സൂറത്തുൽ നൂറിൽ അത് നിസ്സാരമായിട്ട് അവിടെ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ വചനം കൂടിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ വീട്ടിൽ അത് പറയാൻ പാടില്ല. അതിൻ്റെ അർത്ഥം മുഅ്മിനീങ്ങളല്ലാത്ത മുസ്ലിം ഭാര്യമാരെ പറ്റി ആരോപണം പറയാന്നാണോ? അല്ല, അതും പാടില്ല. പക്ഷെ ഇത് വളരെ ഗൗരവത്തിലാണ്. വിശ്വാസി ആകുന്നതോട് ആ സമൂഹത്തിന് അങ്ങാകും അവന് സംരക്ഷണം, ഒരു സുരക്ഷിത കവചം ഇസ്ലാമിക ഉമ്മത്തിൽ പെടുമ്പോൾ അതാ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം സംശയിച്ചു മുഅ്മിനാത്തിൽ നിന്ന് ഖുർആൻ പറഞ്ഞ മുഅ്മിനാത്ത് അല്ലാത്തവരെ കൺഫേം പറയാൻ പാടില്ല എന്ന് മനസ്സിലായി. ഇനി അതിന് അനുബന്ധമായി മിനൽ കബായിർ, വൻകുറ്റങ്ങളിൽ നിന്ന് ഖുർആനിൽ തന്നെ വന്ന പണ്ഡിതന്മാർ ക്രോഡീകരിച്ച ചില പോയിന്റുകളിലേക്ക് കിടക്കുകയാണ്. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അത് കൽപ്പിച്ച ചെയ്യൽ മാത്രമല്ല, വിരോധിച്ചത് വിട്ടുനിൽക്കുന്നു. വിരോധിച്ചതിൽ പെട്ടതാണോ എന്ന് നമ്മൾ തലമുറ അറിയണം. നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഈ പുതിയ തലമുറ കുത്തുബ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു സാധാരണ ഒരു നിഷ്കളങ്ക ചോദ്യം ചോദിച്ചാൽ വിചാരമൊക്കെ ഹറാമാണ്, പക്ഷേ ലവാത്ത് ഈ സ്വവർഗ രതി അത് ഹറാമാണോ? നിങ്ങൾക്ക് കറാത്ത് എന്നല്ലേ പറയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കിഷ്ടത നമ്മൾ ഇസ്ലാമാക്കുക, ന്യായീകരിക്കും. ഇപ്പോൾ ഖുർആൻ വിലക്കിയിട്ടുണ്ടോ എന്ന ഒരു പരീക്ഷണത്തിൽ ചില ഉദാഹരണങ്ങൾ പറയാണ്. അപ്പം ആ സബൽ മുബിക്കാത്തിന്റെ അനുബന്ധമായി ഇതിന്റെ വിശദീകരണമായി ചില പോയിന്റ്. ഒന്ന്, തെർക്കുസലാം, അള്ളാഹ് കൽപ്പിച്ച ഒരു കാര്യം ഉപേക്ഷിക്കുന്ന വൻകുറ്റങ്ങൾ മിനൽ കബായിരി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയും വൻകുറ്റങ്ങളിൽ പെട്ടതാകുന്നു. ഈ സബൽ മുബിക്കാത്ത് ആ പറഞ്ഞ 7 മാത്രമല്ലോ, പല ഹദീസുകളിൽ വ്യത്യസ്തമായി തോന്നിയിട്ടുണ്ട്. അതിന്റെ എണ്ണമോ അതിന്റെ മുൻഗണനാക്രമോ ഇന്ന വലിയ ഇന്ന ചെറുത് എന്നോ ചിന്തിക്കേണ്ട, അള്ളാഹ് വിരോധിച്ചതിന്റെ അർത്ഥത്തിൽ കേട്ടാൽ മതി. തെർക്കുസലാം, നമസ്കാരം ഉപേക്ഷിക്കല്. ഒരു തലമുറ അങ്ങനെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഇതിൽ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഗൗരവത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ ആ കാര്യത്തിൽ നമ്മൾ തിന്മകളൊക്കെ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ താരതമ്യേന മെച്ചമാണെന്നാണ് എൻ്റെ ഒക്കെ ഒരു വിലയിരുത്തൽ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും? ഏതായാലും ശരി, കാരണമില്ലാതെ ശറഅ് അനുഭവിച്ച എതിരില്ലാതെ നിസ്കാര സമയമായി ഫർദ് സമയമായി അത് അവഗണിക്കാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. അല്ലാതെ തന്നെ ആനുകൂല്യങ്ങൾ എടുക്കാൻ, കഠിനമായ ജോലി, യാത്ര, അസുഖം, ഇതിനൊക്കെ നീക്കുപോക്കുകളുണ്ട്. ജമ്മുണ്ട്, ബസറുണ്ട്, ഒതുകളിലേക്ക് തേമുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാന്നല്ലാതെ അത് അവഗണിച്ച് നിസ്കരിക്കാതിരിക്കുക എന്ന ഒരു പ്രവണത ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞത് ആവർത്തിച്ചവരാണെങ്കിലും പുതിയ തലമുറ, കൊച്ചുകുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹ് 5 നേരം ഫർദാക്കിയിട്ടുണ്ട്. ഞാൻ നിസ്കരിക്കണം, 100 സ്കൂളിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ സൗകര്യം കിട്ടണം. ആ ബോധം ഉണ്ടാകുമ്പോൾ കിട്ടും. ഇല്ലെങ്കിൽ അത് അസറിന്റെ കൂടെ നിയ്യത്ത് ചെയ്തിട്ടെങ്കിലും നിസ്കരിക്കുന്ന ഒരവസ്ഥ വേണം. നിസ്കാരം ഉപേക്ഷിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. ഒരു പ്രവാചകന്റെ അനുയായികൾ ആദ്യം നിസ്കരിച്ചു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പിന്നെ ഒരു തലമുറ വന്നു, പിൻമുറ വന്നു, തലമുറക്കാർ വന്നു. അളാഉ സ്വലാത്ത, അവർ നമസ്കാരം പാഴാക്കി കളഞ്ഞു. വത്തബഉ ശഹവാതി, ദേഹേച്ഛകളെ പിൻപറ്റി കളഞ്ഞു. അതാണ് ഇപ്പോഴത്തെ സോക്കേട്. നമ്മുടെ ദേഹത്തിന് ഇഷ്ടമുള്ളതേതോ അത് നമ്മൾ എടുക്കുന്നു. മാത്രമല്ല അതാണ് ദീന്, അങ്ങനൊക്കെ മതി എന്ന് വാദിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് ഗുരുതരമായി തെറ്റുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാതെ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതിന് ഇസ്ലാമായി